കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ 2 ശിഷ്യന്മാരെ അയക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവരുവാൻ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മളെല്ലാവരും ഇതുപോലെ അയക്കപ്പെട്ടവരാണ്. എവിടേക്ക് അയക്കപ്പെടുന്നത്? ബൈബിൾ പറയുന്നു, അവർക്കെതിരെയുള്ള പട്ടണത്തിലേക്ക് ചെല്ലുവിൻ. നമ്മൾ ദൈവത്താൽ അയക്കപ്പെടുന്ന മേഖലകൾ പലപ്പോഴും സേഫ് അല്ലാത്ത ഒരു മേഖലകളിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ അയക്കപ്പെടുന്നത്. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ കർത്താവ് നമ്മളെ അയച്ചിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ദൈവവേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് സേഫ് സോണിൽ നിന്നാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ അയക്കുന്നത് വ്യത്യസ്ത നിലവാരത്തിലായിരിക്കും. പക്ഷെ കർത്താവാണോ അയച്ചത്, അവിടെ ഒരു ദൈവപ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. ദൈവം അവരെ അയക്കുന്നത് ഒരു കഴുതക്കുട്ടിക്ക് വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ്? കഴുതക്കുട്ടിക്ക്. അവിടെ പറയുന്നു, എനിക്കിതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഒന്നും കൂടെ ആ വിഷയത്തെ നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവത്തിനാവശ്യമുള്ളതിനെ അഴിച്ചു കൊണ്ടുവരുവാൻ യേശു ശിഷ്യന്മാരെ അയച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം നമ്മെ അയച്ചത് ദൈവത്തിനാവശ്യമുള്ളതിനെ അഴിച്ചു കൊണ്ടുവരുവാനാണ്. ഒത്തിരി കെട്ടപ്പെട്ട് കിടക്കുന്ന, ഒത്തിരി പാപത്തിലും പിശാചിൻ്റെ അധീനതയിലും പല വ്യത്യസ്ത അനുഭവങ്ങളിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനതയുടെ നടുവിലേക്ക് ഇവരെ കൊണ്ട് ദൈവത്തിനാവശ്യമുണ്ടെന്ന് പറഞ്ഞ് അഴിച്ചു കൊണ്ടുവരുവാനാണ് ദൈവം നമ്മെ അയച്ചത് എന്ന് മറന്നു പോകരുത്. അവിടെ പറയുന്ന അടുത്ത വാചകം ഇങ്ങനെയാണ്: ആരെങ്കിലും നിങ്ങളോട് ഇതിനെ അഴിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ, എൻ്റെ പേര് പറയുവിൻ. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്: ശിഷ്യന്മാർ ചെന്ന് യേശുവിൻ്റെ നാമം പറഞ്ഞ്, യേശുവിൻ്റെ പേര് പറഞ്ഞ് അതിനെ അഴിച്ചു കൊണ്ടുവന്നു. അതേ ദൈവമക്കളെ, ദൈവം നമ്മെ അയക്കപ്പെട്ടവരായി നമ്മെ അയക്കുന്നത് വ്യത്യസ്ത അനുഭവങ്ങളിലുള്ള വ്യത്യസ്ത സിറ്റുവേഷനുകളിൽ നമ്മെ അയക്കുന്നത് ബന്ധനങ്ങളിൽ കിടക്കുന്ന കർത്താവിനാവശ്യമുള്ളതിന് യേശുവിൻ്റെ നാമം പറഞ്ഞാണ് അഴിച്ചു കൊണ്ടുവരേണ്ടത്. മോശെ അയച്ചത് എങ്ങനെയല്ലേ? നിലവിളിക്കുന്ന ജനത്തിൻ്റെ നടുവിലേക്ക് ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വെടിവെച്ചു കൊണ്ടുവരുവാൻ മോശെ അയച്ചതുപോലെ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് നമ്മെ അയക്കുകയാണ്. എവിടേക്ക്? ഒരു കൂട്ടം ബന്ധിക്കപ്പെട്ടവരുടെ നടുവിലേക്ക്, ഒരു കൂട്ടം തള്ളിക്കളഞ്ഞ തഴയപ്പെട്ടവരുടെ നടുവിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ അയച്ചിരിക്കുകയാണ്. ഈ നാളുകളിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമം പറഞ്ഞ്, സകല മുട്ടുകളും മടങ്ങുന്ന നാമം പറഞ്ഞ്, സകലതും ഭയപ്പെടുന്ന നാമം പറഞ്ഞ് നമുക്ക് അവരെ വിടിവെക്കാം. ഈ പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് ഒരു കൂട്ടം പേര്, യേശുക്രിസ്തുവിനാവശ്യമുള്ള ഒരു കൂട്ടം പേര് വിടിവെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരാമിടുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.